ഉത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രാകേഷും വിഘ്നേഷൊക്കെ ആണെങ്കിൽ നമ്മളെ നന്ദുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അവരുമൊക്കെ ടെൻഷനിൽ നിൽക്കുക. അപ്പം നമ്മൾ നന്ദുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും വിവരം കിട്ടിയോ സൈബർ സെല്ലിൽ നിന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ നന്ദു പറയും, ഇല്ലടാ ഒരു വിവരം കിട്ടിയിട്ടില്ല, എന്തായാലും ഞാനൊന്ന് അവരെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ നമ്മളെ നന്ദു ആണെങ്കിൽ വീണ്ടും നമ്മളെ അന്വേഷിച്ച് നന്ദു ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ രാകേഷും വിഘ്നേഷും ആണെങ്കിൽ അവരും നന്ദുവിനെ നമ്മൾ അന്വേഷിച്ച് അവരും ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നന്ദു ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നന്ദുവിൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു കള്ളുടിയൻ വന്ന് നന്ദുവിൻ്റെ സ്കൂട്ടറിൻ്റെ മുമ്പിൽ വന്ന് കുറുക്ക് വയ്ക്കും കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ നന്ദു ആണെങ്കിൽ പറയും, ചേട്ടാ ഒന്ന് മാറി, ഞാനൊരു അത്യാവശ്യത്തിന് പോകുന്നതാണെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്ക് ഇയാളാണെങ്കിൽ പറയും, മാറിയില്ലെങ്കിൽ എന്താ ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദു അയാളും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നന്ദു ആണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുക. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, ചേട്ടാ ഒന്ന് മാറി, എനിക്കൊരു അത്യാവശ്യമായിട്ട് എനിക്ക് പോകണമെന്നൊക്കെ പറയുമ്പോൾ ഇയാളുടെ തരത്തിൽ മാറത്തില്ല കേട്ടോ. അപ്പോൾ ഇയാൾ പറയും, നീ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറയും കേട്ടോ. നമ്മളെ നന്ദു ആണെങ്കിൽ പരമാവധി ക്ഷമിച്ചിട്ട് നന്ദു എന്ത് ചെയ്യും, വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അയാളെ അങ്ങ് തള്ളി മാറ്റിയിട്ടാണെങ്കിൽ നന്ദു അങ്ങ് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ ആദർശൻ അതിനെ കാണിക്കുന്നത്, അവരാണെങ്കിൽ ഇതേ കണക്ക് നമ്മൾ അന്വേഷിച്ച് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെ ആണെങ്കിൽ നമ്മളെ രാകേഷ് വിളിക്കുന്നുണ്ട് കേട്ടോ. അത് കണക്ക് എന്തെങ്കിലും അനിയുടെ വിവരം എന്തെങ്കിലും കിട്ടിയോന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ നയന പറയുന്നുണ്ട്, ഇല്ല മോനെ ഒരു വിവരവും കിട്ടിയിട്ടില്ല, എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ ഞങ്ങളും തിരിച്ച് വിളിച്ച് പറയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ നയനടുത്ത് പറയുന്നുണ്ട്, അവൻ എവിടെ പോയാലും പോകുന്ന സ്ഥലങ്ങളെല്ലാം അവന്മാർക്ക് അറിയാം, പക്ഷേ അവന്മാർക്ക് പോലും അറിയാൻ പറ്റാത്ത ഏത് സ്ഥലത്താണ് ഇവൻ പോയി ഇരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ദേഷ്യം കയറിയിട്ടൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ നന്ദുവിനെ കാണിക്കുന്നുണ്ട്, നന്ദുവിനൊരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ചിലപ്പോൾ സൈബർ സെല്ലിൽ നിന്നായിരിക്കും. അങ്ങനെ നന്ദു ചോദിക്കുന്നുണ്ട് എപ്പോഴെന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ നമ്മളെ നന്ദു നേരെ റെയിൽവേ പാളത്തിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് റെയിൽവേ പാളത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് നന്ദു കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ നമ്മൾ അനിയാണെങ്കിൽ പിന്നെ ട്രെയിനിൻ്റെ അടുത്തോട്ട് പോകുന്ന അനിയുടെ ഓപ്പോസിറ്റ് ഒരു ട്രെയിൻ വരികയും ചെയ്യുന്നുണ്ട്. അനിയാണെങ്കിൽ അതിന് നേരെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് നമ്മളെ നന്ദു ആണെങ്കിൽ അനിയെന്ന് വിളിക്കുമ്പോഴത്തേക്കാണെങ്കിൽ അനി തിരിഞ്ഞ് നോക്കിയിട്ടാണെങ്കിൽ നന്ദുവിനെ കാണുമ്പോൾ വീണ്ടും അനിയാണെങ്കിൽ ആ ട്രെയിനിൻ്റെ അടുത്തോട്ട് തന്നെ പോകും കേട്ടോ. അങ്ങനത്തെ നന്ദു ചെന്ന് പിടിച്ച് മാറ്റുമ്പോൾ അനി ചോദിക്കും, നീ എന്തിനാ എന്നെ പിടിച്ച് മാറ്റി, എനിക്ക് മരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനി വീണ്ടും ആ ട്രെയിനിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നന്ദു ആണെങ്കിൽ വിടുന്നില്ല. അങ്ങനെ വീണ്ടും ആ ട്രെയിൻ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. പോയി കഴിയുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അനിയാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നന്ദു അറിഞ്ഞില്ലല്ലോ അനിയാണെങ്കിൽ വീട്ടിൽ വന്ന കാര്യമൊന്നും. അങ്ങനെ അനി പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, നിൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുകയും ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കിനി ജീവിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് എന്തായാലും വിഷമിപ്പിക്കാനും പറ്റത്തില്ല, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനും പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ മനസ്സമാധാനത്തിൽ ഞാൻ മരിക്കെങ്കിലും ചെയ്തോട്ടെ നന്ദു എന്നാണ് പറയുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നന്ദുവിന് ദേഷ്യം വന്നിട്ട് നന്ദു ഒരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ അനിയുടെ കവളിലേക്ക്. എന്നിട്ട് നന്ദു ചോദിക്കും, നീ എന്ത് വർത്താനോടെ പറയുന്നത്, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ, ഞാൻ ഈ ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിലും ഞാൻ ഒരാളെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിലും അത് നിന്നെ മാത്രമായിരിക്കും എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അനിക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോഴത്തേക്കും ഒരു ഇങ്ങനെ ഞെട്ടലോടെയൊക്കെ നിൽപ്പുണ്ട്. എന്നിട്ട് നമ്മളെ നന്ദു ചോദിക്കുന്നുണ്ട്, അപ്പം നിനക്ക് എന്നെ തനിച്ചാക്കിയിട്ട് നിനക്ക് പോകണോ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കത്തില്ല, ഞാൻ പിന്നെ നിൻ്റെ അടുത്തേക്ക് തന്നെ എത്രയും പെട്ടെന്ന് വരാൻ വേണ്ടിയേ ഞാൻ നോക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മളെ നന്ദു പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ അനി പറയുന്നുണ്ട്, അതൊന്നും നടക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അനി പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനും അമ്മയും വിഷമിപ്പിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ നന്ദു പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ നന്ദു ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അനിയെടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളെ നന്ദു പറയുന്നുണ്ട്, ഞാൻ ജീവിതത്തിൽ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. നന്ദു പറയുന്നുണ്ട്, എനിക്കിൻ്റെ ജീവിതത്തിൽ നിന്നെ മാത്രമേ സ്നേഹിക്കാനൊക്കെ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ അനിക്കാണെങ്കിൽ നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അനി പറയുന്നുണ്ട്, ഞാൻ ജീവിതത്തിൽ ഒരുപാട് കേൾക്കാൻ വേണ്ടി കൊതിച്ച വാക്കുകളാണ് നീ ഇപ്പോൾ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനിയാണെങ്കിൽ നന്ദുവിനെ കയറി കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് കണ്ടൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിൽ അനിയെടുത്ത് പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ നിന്നെ ഞാൻ കൈവിടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പിന്നെ അവർ രണ്ടുപേരും കൂടെ കൈ കോർത്തിട്ടൊക്കെ അവിടെ നിന്ന് അവർ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മളെ കനകയും ഗോവിന്ദനെയാണ് കേട്ടോ. അങ്ങനെ അവരും ആണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുക. നമ്മളെ നന്ദു ആണെങ്കിൽ രാത്രി പുറത്തോട്ട് പോയിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ടെൻഷൻ അടിച്ച് അവരും ഇരിക്കുന്നുണ്ട്. നമ്മളെ കനക പറയുന്നുണ്ട്, എന്തായാലും അവൾ പുറത്തോട്ട് എവിടെ പോയതാണെന്ന് അറിയത്തില്ലല്ലോ, എന്തായാലും സ്റ്റേഷനിലാണോ പോയെന്ന് അറിയാൻ വേണ്ടി നമുക്ക് CI ഒന്ന് വിളിച്ച് നോക്കാമെന്ന് പറയും കേട്ടോ. അപ്പം അറിയാമല്ലോ അവൾ കള്ളത്തരം പറഞ്ഞാണോ എന്നറിയാമല്ലോ, അതോ അവൾ വേറെ ആരെങ്കിലും കാണാൻ പോയതാണോ എന്നറിയാമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ഗോവിന്ദൻ പറയും, അത് വേണ്ട, മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് അയാൾക്ക് ഇങ്ങനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഒരു മോളിലൊരു സംശയം ഉണ്ടാവും, അതെന്തായാലും വിളിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ കനകയെടുത്ത് പറയുന്നുണ്ട്. പിന്നാണെങ്കിൽ
അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ അനി വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഗോവിന്ദനും കനകയും അവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ ഗോവിന്ദൻ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് പറയാനുള്ളതൊക്കെ നമ്മൾ അനിയടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും അനിയെ കൊണ്ടുള്ളൊരു ശല്യം എന്തായാലും ഉണ്ടാവത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മളെ ഗോവിന്ദൻ്റെ ഫോണിലോട്ടാണെങ്കിൽ നമ്മൾ നയനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗോവിന്ദനാണെങ്കിൽ ഫോൺ എടുത്തിട്ട് കനകയുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കനകയാണെങ്കിലും ഫോൺ എടുക്കുന്ന സമയത്തെ നമ്മൾ നയനെ ചോദിക്കുന്നത് തന്നെ അമ്മേ അവിടെ നന്ദു ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ കനക പറയുന്നുണ്ട് ഇല്ല മോളെ നന്ദു കുറച്ച് മുമ്പ് സ്റ്റേഷനിലോട്ട് പോയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ടേ. അങ്ങനെ നമ്മൾ കനകയാണെങ്കിൽ ഗോവിന്ദൻ്റെ അടുത്ത് പറയും നിനക്ക് മോളാണെങ്കിൽ നന്ദു ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് ഇനി അനിയെ കാണാതായോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഒരു മനസ്സിന് കട്ടിയില്ലാത്തൊരു പയ്യനെ ഇനി ആ പയ്യനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കടുകൈ എന്തെങ്കിലും പയ്യൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും നമുക്കൊരു സമാധാനം ഉണ്ടാവത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മളെ ഗോവിന്ദനും പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ നന്ദുവിനെ അനിയെ കാണിക്കുന്നത്. അവർ റെയിൽവേ പാളത്തിൻ്റെ അടുത്തുനിന്ന് കുറച്ച് മാറി ഇങ്ങോട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇരുന്നിട്ട് അവർ തമ്മിൽ ഇപ്പം പരസ്പരം സ്നേഹിക്കുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ നന്ദുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നന്ദു ആണെങ്കിൽ നമ്മൾ അനിയുടെ കാലിൽ ഇങ്ങനെ തലയൊക്കെ വെച്ചിട്ടാണ് കിടക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്ദു പറയുന്നുണ്ട് ഞാൻ ജീവിതത്തിൽ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അനി, അതുകൊണ്ട് നീ ഇനി ഇങ്ങനെയൊന്നും ഒരു കടുങ്കൈ കാണിക്കരുതെന്നൊക്കെ നമ്മൾ നന്ദു ആണെങ്കിൽ അനിയടുത്ത് പറയുന്നുണ്ട്. നമ്മൾ അനി പറയുന്നുണ്ട് ഞാൻ എത്രയോ കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ച കാര്യങ്ങളാണെന്നറിയാമോ നീ ഇപ്പോൾ പറയുന്നത്, എനിക്കിത് വിശ്വസിക്കാവോ എന്ന് ചോദിക്കുമ്പം നമ്മൾ നന്ദു പറയുന്നുണ്ട് നിനക്കിത് വിശ്വസിക്കാൻ നീ ഇല്ലാതൊരു ജീവിതം എനിക്ക് ഉണ്ടാവത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്ദു ആണെങ്കിൽ പറയുന്നുണ്ട് എടാ നമുക്ക് ഇങ്ങനെ കുറച്ച് നാൾ നമുക്ക് പ്രേമിച്ച് നടക്കാം, അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ, നിനക്ക് ഒരു കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞ് കുഴപ്പമില്ലല്ലോ, 26 വയസ്സല്ലേ ആയുള്ളൂ, എനിക്ക് 22 വയസ്സല്ലേ ആയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ നന്ദു പറയുന്നുണ്ട് എടാ നമുക്കൊരു 1-2 വർഷമൊക്കെ നമുക്കിങ്ങനെ പ്രേമിച്ച് നടക്കാം, എന്നിട്ട് നമുക്ക് കല്യാണം കഴിക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അനി പറയുന്നുണ്ട് അത് നടക്കും, ഇതിൻ്റെ ഇടയ്ക്ക് ആ സിയുടെ ആലോചന കയറി മുറുകിയാൽ എന്തോ ചെയ്യുമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ നന്ദു പറയുന്നുണ്ട് ഞാനത് മുറുകാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് അയാൾ ഒരു ബോറനാണ്, അത് അത്ര പറഞ്ഞാലും അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവത്തില്ല, അയാൾ നല്ലൊരാളാണെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട്. അങ്ങനെ സിയെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അയാൾക്ക് എപ്പോഴും ഒരു ഇരട്ടത്താപ്പാണ്, അയാൾക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ടൊരു സ്വഭാവം ഇല്ല, അയാൾ എന്തോ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്ക് നടക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അനിയും പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അവർ കാര്യങ്ങൾ സംസാരിക്കും. അപ്പം നമ്മൾ ശേഷം പിന്നെ നമ്മൾ നന്ദു ആണെങ്കിൽ എനിക്കൊരു ഉറപ്പ് കൊടുക്കുന്നത് ഇനി അനിയില്ലാത്തൊരു ജീവിതം നന്ദുവിന് ഇല്ല എന്നൊക്കെ നന്ദു ആണെങ്കിൽ ഉറപ്പ് കൊടുക്കുമ്പം അതൊക്കെ കേട്ടിട്ട് നമ്മൾ എനിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അനി പറയുന്നുണ്ട് നമുക്ക് ഇന്ന് രാത്രി ഫുള്ള് നമുക്ക് ഇവിടെ ഇരുന്നാലോ എന്ന് പറയുമ്പോഴത്തേക്ക് നന്ദു പറയുന്നുണ്ട് എടാ നിന്നെ അന്വേഷിച്ച് എല്ലാവരും പല വഴിക്ക് നടക്കുകയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. എഴുന്നേൽക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ അനിയാണെങ്കിൽ വീണ്ടും നന്ദുവിനെ പിടിച്ച് അവിടെ ഇരുത്തുന്നുണ്ട്. നന്ദു പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ നീ എൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ നന്ദു ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്കൊരു ജീവിതം ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ നന്ദു ചോദിക്കുന്നുണ്ട്. എൻ്റെ ജോലി വരെ ഞാൻ ഉപേക്ഷിച്ചേനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അനിയാണെങ്കിൽ ചിരിച്ചിട്ട് പറയുന്നുണ്ട് ആ ജോലി പോയാലും കുഴപ്പമില്ല, നമ്മളെ കല്യാണം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കമ്പനിയിൽ ഞാൻ നിനക്ക് ജോലി തരാം, അപ്പോഴത്തേക്ക് നമുക്ക് ഒരുമിച്ച് പോവുകയും വരികയൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നന്ദു പറയുന്നുണ്ട് എടാ അങ്ങനെ എപ്പോഴും ഒരുമിച്ച് പോവുകയും വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള സ്നേഹവും കൂടെ പോലും ഇല്ലാതായി പോകുമെന്നൊക്കെ പറയുവാണേ. അങ്ങനെ നമ്മൾ അനി പറയും അങ്ങനെയൊന്നുമില്ല, ആദർശേട്ടൻ്റെയും നയനേച്ചിയുടെയും ജീവിതം കാണുമ്പോൾ എനിക്ക് കൊതിയാവുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവരെത്ര സന്തോഷത്തോടെ അവർ ജീവിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മളെ നയനയാണെങ്കിലും നമ്മൾ പിന്നെ നന്ദുവിനെ വിളിക്കുന്നുണ്ട്. അപ്പം നന്ദു കോൾ എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കും മോളെ നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നന്ദു പറയും ചേച്ചി ഞാൻ സ്റ്റേഷനിലാണെന്ന് പറയുമ്പോഴത്തേക്ക് പറയുന്നത് മോളെ നിന്നെ വിഘ്നേഷ് വിളിച്ചോന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട് അനിയുടെ കാര്യമല്ലേ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചേച്ചി, ഞാൻ അവനെ അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ നയന പറയുന്നുണ്ട് മോളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, അവൻ എന്തെങ്കിലും കടുങ്കൈ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കണ്ടുപിടിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു നമ്മളെ നയനയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നന്ദു പറയുന്നുണ്ട് വാ ഇനി നമുക്ക് ഇവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല, നിന്നെ അന്വേഷിച്ചിട്ട് എല്ലാവരും നടക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഇച്ചിരി നേരം കൂടെ ഇവിടെ ഇരിക്കാമെന്ന് പറയും. അപ്പോഴത്തേക്കും നന്ദു പറയും വേണ്ട എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് അനി വാ നമുക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അനി പറയും ഇച്ചിരി നേരം കൂടെ ഇരിക്കാൻ പറയുമ്പം നമ്മളെ നന്ദു പറയും വേണ്ട വാടാ നമുക്ക് പോകാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അനി പറയുന്നുണ്ട് ശരി എന്നാൽ ഇനി നിന്നെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരുണ്ടൊരു ഭയങ്കര സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ നന്ദുവും അനിയും കൂടെ ഒരു ബൈക്കിലാണ് പോകുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ ആദർശൻ നയനയാണെങ്കിൽ കാണിക്കുന്ന ഇവരെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണല്ലോ, നമ്മൾ അനിയെ അന്വേഷിച്ച് അവസാനം അവർ രണ്ടുപേരും കൂടെ ഒരു ബൈക്കിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ
നമ്മൾ ആദർശും നയനയും ബേക്കിലാട്ടോ ആദർശും നയനയും വരുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ അനിയുടെ വണ്ടിയല്ലേ എന്ന് ചോദിച്ചിട്ട് ഇവരെന്ത് ചെയ്തു, ഓവർടേക്ക് ചെയ്തിട്ട് വണ്ടി നിർത്തിക്കും കേട്ടോ. നമ്മൾ അനിയെ കാണുന്ന ആദർശനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നീ ഇത്രയും നേരം എവിടെ ആയിരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൂടെയുള്ളത് ആരാന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് ഹെൽമെറ്റ് ഇട്ടിരിക്കുന്ന കാരണം നമ്മളെ നന്ദുവിനെ അവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മളെ നന്ദു ആണെങ്കിൽ പയ്യ ഹെൽമെറ്റ് അങ്ങ് ഊരും കേട്ടോ. അപ്പോൾ നമ്മളെ നന്ദുവിനെ കാണുമ്പോഴത്തേക്കാണെങ്കിൽ ആദർശൻ നയനയാണെങ്കിൽ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.